നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആണ്. നമുക്കത് സമയം കളയാണ്ട് വേഗം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിഗർ ബിലോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ എ ബി. എ ബി എന്നുള്ള ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ട് ദി അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ അതർ ടു ആംഗിൾസ്, അതായത് ആംഗിൾ എ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ ആണ്, നമുക്ക് ഇപ്പോൾ ട്രയാങ്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലോ വരേണ്ടത് പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ജനറൽ റൂൾസ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, അതായത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക എന്നുള്ളത് പഠിച്ചു. പിന്നെ പഠിച്ച റൂൾ എന്താണ്? ഇപ്പം രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ വേറൊരു ട്രയാങ്കിളും രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ മറ്റുള്ള തേർഡ് സൈഡും അതുപോലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആവുന്നതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള റൂള്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ബിയും സിയും നമുക്ക് മെഷർമെൻറ്റ് കിട്ടാനായിട്ട് നമുക്ക് ആംഗിൾ എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ് എന്നുള്ളത്, നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അതിൻ്റെ ആംഗിൾസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ട്രയാങ്കിൾ എ എം സി, ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളും പിന്നത്തത് ഈ ട്രയാങ്കിളും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി, അങ്ങനെ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ പറയാൻ പറ്റും? എ എം ഈക്വൽ ടു ബി എം പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ എ ബി. അപ്പോൾ എ എം ഈക്വൽ ടു ബി എം അല്ലേ? അതായത് ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ എം എന്ന് പറയുന്നത് അതിൻ്റെ പകുതി 5ഉം ബി എം എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എം ഈക്വൽ ടു ബി എം. എന്തുകൊണ്ടാണ്? എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. ഓക്കെ, എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പോൾ അത് കിട്ടി നമുക്ക്. ഇനി ഏത് സൈഡാണ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാം? സി എം ഈക്വൽ ടു സി എം അല്ലേ? പറഞ്ഞൂടെ? അതായത് എ എം സിയിലും സി എം എടുക്കുന്നുണ്ട്, ബി എം സിയിലും സൈഡ് സി എം എടുക്കുന്നുണ്ട്. രണ്ട് സൈഡ്സും സെയിം സൈഡാണ്. അപ്പോൾ സി എം ഈക്വൽ ടു സി എം. എന്തുകൊണ്ടാണ്? കോമൺ സൈഡാണ്, രണ്ട് ട്രയാങ്കിൾസിലും ഉള്ള സൈഡാണ് സി എം എന്ന് പറയുന്നത്. അപ്പോൾ അത് കോമൺ സൈഡാണ്. അപ്പോൾ രണ്ട് സൈഡ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡും ഈക്വൽ ആണ് കിട്ടി. പിന്നെ എന്താണ്? അപ്പോൾ നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ആംഗിൾ എം എന്ന് പറയുന്നത് ഈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലറിൻ്റെ സൈനാണ് അത്, അതായത് 90 ഡിഗ്രി ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഒരു ലൈൻ, ഓക്കെ, ലൈൻ ഇങ്ങനെ ഇതാണ്, അതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ വേണമെന്നില്ല, വേറെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ വേറൊരു ലൈനും ഇങ്ങനെ ഡ്രോ ചെയ്യാന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം? 180 ഡിഗ്രി കിട്ടും. എന്താണ്? ലീനിയർ പെയർ ആണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണ്, ഒരു പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും എത്രയായിരിക്കും? 90 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആംഗിൾ എ എം സി ഈക്വൽ ടു ആംഗിൾ ബി എം സി. കാരണം എന്തുകൊണ്ടാണ്? രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ എം സി ഈക്വൽ ടു ആംഗിൾ ബി എം സി ഈക്വൽ ടു 90 ഡിഗ്രി. എങ്ങനെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്? അവർ തന്നിട്ടുണ്ട്, ഗിവൺ അല്ല, 90 ഡിഗ്രിയാണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റൂളായില്ലോ, രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണെന്നറിയാം, നമ്മുടെ ജനറൽ റൂളായി. നമുക്ക് എന്ത് മനസ്സിലായി? എ സിയും ബി സിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. എ എമ്മും എം സിയും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എ സിയും ബി സിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ആംഗിൾസിൻ്റെ കാര്യത്തിലും ഈക്വൽ ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ആംഗിൾ എം എ സി
എം എ സി ഈക്വൽ ടു ആംഗിൾ എം ബി സി ഈക്വൽ ടു ആംഗിൾ എം ബി സി. അതായത് എം ബി സി എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളായിരിക്കും മിഡിലുള്ളത്? ആംഗിൾ എം ബി സി. എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ പറ്റുക? ആംഗിൾ എം എ സി ഈക്വൽ ടു ആംഗിൾ എം ബി സി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത് എം സി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള അല്ല, കോമൺ സൈഡ് അല്ലെങ്കിൽ സെയിം സൈഡ് ആണെന്ന് അറിയാം. അപ്പോൾ സെയിം സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് സെയിം സൈഡാണ്. സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണോ നമ്മുടെ ഫസ്റ്റ് റൂള് പറഞ്ഞത്? അപ്പൊ ആംഗിൾ എം എ സി ഈക്വൽ ടു ആംഗിൾ എം എ സി ഈക്വൽ ടു ആംഗിൾ എം ബി സി ഈക്വൽ ടു എത്രയാണ്? എം എ സി 50 ഡിഗ്രി ആണ്. അതുകൊണ്ട് ആംഗിൾ എം ബി സി ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ റീസൺ എന്താണ് എഴുതേണ്ടത്? ആംഗിൾ ഓപ്പോസിറ്റ് ടു സെയിം സൈഡ്. ഇത് രണ്ടും ആദ്യത്തെ മൂന്നെണ്ണത്തിന് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സെയിം സൈഡ് ആർ ഈക്വൽ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എന്താണ്? 50 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി ആണ് കിട്ടി. ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി ആണ് കിട്ടി. ഇനി ആംഗിൾ സി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ plus angle B plus angle C equal to 180 degree. Angle A യും angle B യും നമുക്കറിയാം. 50 degree plus 50 degree plus angle C equal to 180 degree. Angle C equal to 180 minus 100. 180 degree minus 100 degree equal to 80 degree. അപ്പോൾ കിട്ടിയല്ലോ? എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ പ്രോബ്ലം ചെയ്തത്? അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബൈ.